എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പൂപോലെ സോഫ്റ്റായ നല്ലൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. പിന്നെ ഈ സെയിം ബാറ്റർ വെച്ചിട്ട് തന്നെ നമുക്ക് പഞ്ഞി പോലുള്ള ദോശയും റെഡിയാക്കിയെടുക്കാം. പാലപ്പം വേണ്ടുന്നവർക്ക് പാലപ്പം ഉണ്ടാക്കാം, ദോശ വേണ്ടുന്നവർക്ക് ദോശ ഉണ്ടാക്കാം. രണ്ടും അടിപൊളി ടേസ്റ്റാണ്. കറി വരെ ഇല്ലാത്ത വേണമെങ്കിൽ നമുക്കിത് കഴിക്കാൻ പറ്റും, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കിയാലോ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരി ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് 2 കപ്പ് പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിന് 2 കപ്പാണ് എടുത്തത്. ഇനി ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം മുങ്ങിക്കിടക്കുന്നതിലും കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു 4-5 മണിക്കൂർ കുതിരാനായിട്ട് അടച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് മാവ് അരക്കുന്ന സമയത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കപ്പി കാച്ചണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിനുശേഷം അടുപ്പ് ഓൺ ചെയ്തിട്ട് കൈ വിടാതെ മിക്സ് ചെയ്ത് ഇതൊന്ന് കുറുക്കിയെടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് തിക്കായി പോവും, പിന്നെ അടുക്കി പിടിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് കുറുക്കിയെടുക്കുക. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. പിന്നെ ഇതുപോലെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇത് ചെയ്യാതെയും നമുക്ക് പാലപ്പം റെഡിയാക്കി എടുക്കാം. ഇതും കൂടെ അതിലേക്ക് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പാലപ്പത്തിന്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഈ ഒരു ഭാഗം അങ്ങ് ഒഴിവാക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് റെഡിയാക്കി എടുത്താൽ മതി. അങ്ങനെ ഇതാ തിക്കായി ഇതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ആവുന്ന സമയത്ത് നമുക്ക് അടുപ്പ് ഓഫാക്കി കൊടുക്കാം. ഒരുപാട് ആവാനായിട്ട് നിൽക്കരുത്. ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മൾ അരിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് അരി അരച്ചെടുക്കാം. അപ്പം നമ്മൾ കുതിരാനായിട്ട് വെച്ച അരി 4 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിന് തന്നെയാണ് 1 കപ്പ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 കപ്പ് തേങ്ങ ചിരകിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂണിലും കുറവായിട്ട് ഈസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചോറ് ചേർക്കുമ്പോൾ വെള്ളച്ചോറ് ഉണ്ടെങ്കിൽ വെള്ളച്ചോറ് ചേർക്കലാണ് കൂടുതൽ നല്ലത്. നല്ല കളറ് കിട്ടും അപ്പത്തിന്. അതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതാ ഇതുപോലൊരു മിക്സീൻ്റെ ജാറിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പ്രാവശ്യം ഇട്ടിട്ട് അരക്കേണ്ടി വരും. പകുതിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കപ്പി കാച്ചി വെച്ചത് നന്നായിട്ട് ചൂടെല്ലാം പോയിട്ടുണ്ട്. അതും പകുതിയോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുങ്ങിക്കിടക്കുന്ന ആ ഒരു പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം കൂടി പോകണ്ട, മുങ്ങിക്കിടക്കുന്ന പാകത്തിന് ഒഴിച്ചിട്ട് ഇത് നല്ലതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ ഇത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പൊങ്ങി വരാനുള്ളതാണ്. അപ്പം കുറച്ച് വലിയ ബൗളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള അരി കൂടെ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് സെയിം രീതിയിൽ തന്നെ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അരിയെല്ലാം അരച്ചെടുത്തിട്ട് ഇതുപോലെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇതാണ് കേട്ടോ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഒരുപാട് ടൈറ്റായിട്ടുള്ള ബാറ്ററും അല്ല, ലൂസായിട്ടുള്ള ബാറ്ററും അല്ല. ആ ഒരു രീതിയിൽ അരച്ചെടുക്കുക. മുങ്ങിക്കിടക്കുന്ന ആ ഒരു ലെവലിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കയ്യിൽ വെച്ചിട്ട് നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊരു 3-4 മണിക്കൂറോളം അടച്ച് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ 3 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി ഈ ഒരു ലെവലിലായിട്ടുണ്ട്. കുറച്ച് സമയം കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് വരട്ടേനും. അപ്പോൾ ഇതാ 3 മണിക്കൂറാണ് ഇതുപോലെ പൊങ്ങാനായിട്ട് എനിക്ക് ടൈം എടുത്തത്. അപ്പോൾ ഇതാ ചൂടുള്ള സ്ഥലത്താണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി കിട്ടും. ഇവിടെ ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ആ ഒരു പത ചെറുതായിട്ടൊന്ന് താണു പോകും. ഒരുപാടങ്ങ് മിക്സ് ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് മിക്സാക്കിയാൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഉപ്പ് നിങ്ങൾക്ക് അരക്കുന്ന സമയത്ത് വേണമെങ്കിൽ അന്നേരം ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ അപ്പം ചുടാൻ നേരത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്റർ. ഇനി നമുക്ക് പാലപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ പാലപ്പം ചുടാനായിട്ട് ഇതുപോലൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കിയ ബാറ്റർ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഓരോ കയ്യിൽ വീതം കോരി ഒഴിച്ച് കൊടുക്കുക. ഒരു കയ്യിലും കുറച്ചും കൂടെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് ബാറ്ററൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം.
അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ തീയിൽ കുറച്ച് സമയം വെക്കുക. അപ്പോഴത്തേക്ക് മുഴുവൻ കുമിളകളും വരും. കുമിളകൾ വന്നതിന് ശേഷം മാത്രം അടച്ച് വെക്കുക. അടച്ച് വെച്ച് കഴിഞ്ഞാൽ കുമിളകൾ വരുത്ത് കുറയും. അതുകൊണ്ട് കുമിളകൾ നന്നായിട്ട് വന്നതിന് ശേഷം അടച്ചിട്ട് 1 മിനിറ്റോളം വെക്കുക. ചെറിയ തീയിൽ 1 മിനിറ്റോളം. തീ കൂട്ടി വെക്കരുത് കേട്ടോ, അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ തീയിൽ 1 മിനിറ്റോളം വെച്ചാൽ ഇതുപോലെ നല്ല അടിപൊളി സോഫ്റ്റായിട്ടുള്ള പാലപ്പം റെഡിയായി കിട്ടും. ഇനി ബാക്കിയുള്ളതും നമുക്ക് സെയിം രീതിയിൽ തന്നെ ചുട്ടെടുക്കാം. ബാറ്റർ ഒഴിക്കുക, എന്നിട്ട് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് കുമിളകൾ നന്നായിട്ട് വന്നതിന് ശേഷം അടച്ച് വെക്കുക. ചെറിയ തീയിൽ 1 മിനിറ്റോളം അടച്ച് വെക്കുമ്പോഴത്തേക്ക് ഇതുപോലെ നല്ല അടിപൊളി പാലപ്പം റെഡിയായി കിട്ടും. അങ്ങനെ നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് പാലപ്പം റെഡിയാക്കി എടുക്കുക. പാലപ്പം മറ്റൊരടുപ്പത്ത് റെഡിയാവട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് പഞ്ഞി പോലുള്ള ദോശയും കൂടെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. എണ്ണയൊന്നും തടവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് വെക്കുന്നതെങ്കിൽ, ഇരുമ്പിൻ്റെ ഒക്കെയാണ് വെക്കുന്നതെങ്കിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് ഒരു കയ്യിൽ മാവ് ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഒരുപാടൊന്നും സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് കുമിളകൾ വന്നതിന് ശേഷം അടച്ച് വെക്കുക. ഇതും ചെറിയ തീയിൽ 1 മിനിറ്റോളം വെച്ചതിന് ശേഷം മൂടി തുറന്നിട്ട് നമുക്ക് എടുക്കാം. നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ള ദോശയും റെഡിയായിട്ടുണ്ട്. ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് റെഡിയാക്കി എടുക്കാം. അങ്ങനെ രണ്ടും റെഡിയാക്കിയതിന് ശേഷം ഇതുപോലെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോലെ സോഫ്റ്റായ പാലപ്പവും പഞ്ഞി പോലത്തെ ദോശയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഉണ്ടാക്കിയെന്ന് അറിയണ്ടേ. നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് കുറുമയാണ്. അതിൻ്റെ റെസിപ്പി അടുത്ത വീഡിയോയിൽ ഇടാം. ബീഫ് കുറുമയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ കഴിക്കാം. കണ്ടാ, പാലപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും നല്ല സോഫ്റ്റാണ്, അടിപൊളിയാണ് എന്ന്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.